പ്രകാശൻ ഗ്രാനൈറ്റിൽ വീണു. എന്തുകൊണ്ട് വീണു? അവിടെ തൈലമുണ്ട്. അപ്പൊ നോക്കൂ, തൈലം, തൈലക്കോയിഡ് എന്ന് കേൾക്കുമ്പം ഗ്രാന. നല്ല സ്റ്റാറ്റസ് ഉള്ള കടുവയാണെങ്കിൽ ആലോചിക്കുക, അവയ്ക്ക് കായികപരമായി നല്ല സ്ട്രോങ് ആയിരിക്കും. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖമാണോ? നന്നായി പഠിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നമ്മളിതാ 9ാം ക്ലാസ്സിലെ ബയോളജി SCERT പുതിയ പാഠഭാഗത്തിലെ 1ാമത്തെ ചാപ്റ്റർ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്റർ പഠിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഒരു ആദ്യ പാർട്ട് എടുത്തിരുന്നു. മക്കളെ, ഇനി വരാൻ പോകുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് SCERT കംപ്ലീറ്റ് ഇവിടെ കിട്ടും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് ആദ്യ പാർട്ട് കാണണം, നിർബന്ധമായിട്ട് അത് കാണണം. അതിന് തുടർച്ചയായിട്ടാണ് ഇത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ഇത് കണ്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് നേരിട്ട് ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം. നോക്കൂ, അടിപൊളിയായിട്ട് പ്രകാശ സംശ്ലേഷണമൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന വാക്ക് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചല്ലേ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഒരു ഇല എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങളിത് കാണത്തില്ല. കാരണം ഗ്രീൻ സ്ക്രീൻ വെച്ചുകൊണ്ട് ഗ്രീൻ കളറായതുകൊണ്ട് കാണില്ല. നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഈ സസ്യങ്ങൾ, ഇല, ഇതൊക്കെ നമുക്ക് എന്ത് നൽകുന്നുണ്ട്? ഓക്സിജൻ നൽകുന്നുണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളായ സമയത്ത് സ്കൂൾ പഠിച്ചല്ലേ. അതിനെക്കുറിച്ച് നോക്കാം. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ എന്ന് പറഞ്ഞ് ചെറിയൊരു പോയിന്റ് ഉണ്ട്. അവിടെ നിങ്ങൾ ആ പോയിന്റ് പിക്ക് ചെയ്യണേ. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് എന്ത് മക്കളെ? ആൽഗകൾ. ആൽഗകൾ എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ്. അവയ്ക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് എന്ന് പറയുകയാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണമാണ്. ഇവിടെ ഫില്ല് ചെയ്യണം. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഞാനിതാ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫിൽ. ഈ കാണുന്ന ഇലയിൽ എന്തുണ്ട്? പച്ചക്കളർ നിങ്ങൾ കാണുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു ഇലയുണ്ട് കേട്ടോ. ഒരു ഏകദേശ രൂപം കാണുന്നുണ്ട്, എനിക്ക് അറിയില്ല. അപ്പൊ അതിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. സൂര്യപ്രകാശം വേണ്ടേ സസ്യങ്ങൾക്ക് ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ? തീർച്ചയായിട്ടും വെള്ളം വേണം. മരുഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം വെള്ളം വേണം, അതുപോലെ തന്നെ പ്രകാശം വേണം, ക്ലോറോഫിൽ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, മറ്റു ലവണങ്ങളൊക്കെ ഇതിനെ സഹായിക്കാൻ വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട 4 ചോദിച്ചാൽ, ഒന്ന് ക്ലോറോഫിൽ, മറ്റൊന്ന് പ്രകാശം, സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണ്? അറിയാം നിങ്ങൾക്ക്. എന്നാൽ നമുക്കൊരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കിട്ടാത്ത ചില നല്ല ചോദ്യങ്ങൾ SCERTയിലെ ഈ ഒരു പേജിലുണ്ട്. മക്കളെ, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഞാൻ വളരെ വൃത്തിക്ക് പറയാം. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണണേ. കാരണം വളരെ സ്ലോയിൽ പറയില്ല, ബോറടിക്കരുത്. അപ്പോൾ ഇതാ ഈ ഇല, എൻ്റെ കയ്യിലെ ഇല നിങ്ങൾ കാണുന്നില്ല എങ്കിലും ആ ഇലയെ ഞാനത് ചെയ്യുന്നു, ഇതാ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് സംസാരിക്കുക. അല്ലടോ, നീ ഞങ്ങൾക്ക് ഓക്സിജൻ തരുന്നില്ലേ? നീ നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു പ്ലാവിൻ്റെ ഇലയാണേ. ഇവൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ചക്കയാക്കിയിട്ട് നമ്മളിങ്ങനെ കഴിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ ഇവൻ എങ്ങനെയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസ് ഒക്കെ എങ്ങനെയാണ് ചക്കയായിട്ട് മാറുന്നത് അറിയണ്ടേ? ഇവൻ എങ്ങനെയാണ് നമുക്ക് ഓക്സിജൻ നിന്ന് ഇവനോട് ചോദിക്കാം നമുക്ക്. അപ്പൊ ഇവന്റെ ആ ഏറ്റവും ടോപ്പ് ഭാഗത്തുള്ള ഇങ്ങനെ കീറി ഞാൻ അതിനെങ്ങനെ എടുത്തിട്ട് സ്നേഹിക്കാണേ, നമ്മളൊന്നും വിചാരിക്കരുതേ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട്. 2 കോശങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇലയുടെ ആ ഭാഗം ഞാൻ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഒന്നതാ മുകളിലായിട്ടും താഴെയായിട്ടും ഒരു ലെയർ കണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു ലെയർ കണ്ടതാ. ഇതിനെ നമുക്ക് മുകളിലും താഴെ ഉപരിവൃതി കോശങ്ങൾ എന്ന് വിളിക്കാം. ഇലയിൽ കാണുന്ന ഒരു ടൈപ്പ് കോശമാണ് ഉപരിവൃതി കോശങ്ങൾ. ദെൻ അതിന്റെ നടുഭാഗത്തായി നമ്മൾ കാണുന്നു മീസോഫിൽ കോശങ്ങൾ. എന്ത് കാണുന്നു? മീസോഫിൽ കോശങ്ങൾ. ഒന്ന് പഠിച്ചു വെച്ചേ. ഉപരിവൃതി കോശങ്ങൾ, മീസോഫിൽ കോശങ്ങൾ. ആ മീസോഫിൽ കോശങ്ങൾക്കകത്തൊരു സാധനമുണ്ട്. നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ആ സാധനം? ക്ലോറോഫിൽ. നോക്കിക്കേ, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലോറോഫിൽ മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ. ബാക്കി പ്രകാശം, സൂര്യപ്രകാശം, വെള്ളം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ക്ലോറോഫിലിനെ കുറിച്ച് പറയാണ്. അപ്പൊ ക്ലോറോഫിൽ ഈ ഇലയിലുണ്ട്. പച്ച കളറാന്നൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളായപ്പോ പഠിച്ചിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് ഒരു പച്ച മയമല്ലേ അല്ലെ. നമ്മളും ഹരിതം, പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. സ്ട്രൈക്കർ കോച്ചിങ്ങും പച്ചയല്ലേ. കിടക്കട്ടെ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് കണ്ടോ നിങ്ങൾ? അതായത് ഈ ഇലയിൽ കാണുന്ന ക്ലോറോഫിലാണല്ലോ. ആ ക്ലോറോഫിൽ എവിടെയാണുള്ളത് ചോദിച്ചാൽ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ എന്താണ് ഈ ക്ലോറോപ്ലാസ്റ്റ്? ഈ പറയുന്ന ക്ലോറോഫിൽ കാണപ്പെടുന്ന കോശാംഗം അല്ലെങ്കിൽ കോശഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന, എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല,
ഒരു പച്ച കളർ കണ്ടതാ ഈ കാണുന്ന സാധനം. ഇതിനെയാണ് മൊത്തത്തിൽ നമ്മൾ എന്ത് വിളിക്കുക? ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കുക. മൊത്തത്തിൽ എന്ത് വിളിക്കും? ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് സംഗതി ഉള്ളത്, ക്ലോറോഫിൽ. ക്ലിയർ ആണേ? അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? ക്ലോറോഫിൽ. ഇനി ക്ലോറോപ്ലാസ്റ്റിനെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തെല്ലാം സംഗതികളുണ്ട്? വെറും ക്ലോറോഫിൽ മാത്രമല്ല, ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ആദ്യം തന്നെ പഠിക്കുക 2 ഭാഗങ്ങൾ. ശ്രദ്ധിച്ചു പഠിക്കണേ. എങ്ങനെ ചോദ്യം വന്നാലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. അപ്പൊ ക്ലോറോഫിൽ എവിടെ കാണുന്നു വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് ക്ലോറോഫിൽ കാണുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ്. ഈ കാണുന്ന ചങ്ങാതി ചേട്ടൻ സ്റ്റാർ ഇട്ട് വെച്ചു, ക്ലോറോപ്ലാസ്റ്റ് ചേട്ടനെ കുറിച്ചാണ്. ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചേ. ഫോട്ടോ സ്ക്രീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലുതാക്കി നോക്കാം, യൂട്യൂബ് കേട്ടോ. അവിടെ ഏറ്റവും പുറത്ത് ഒരു സ്ഥലമുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്. അതിന് വിളിക്കുന്ന പേരാണ് ബാഹ്യസ്തരം. അപ്പോ ക്ലോറോപ്ലാസ്റ്റിന് 2 സ്ഥലങ്ങളുണ്ട്. ഏത്? പുറത്ത്. ഒന്ന് ബാഹ്യസ്തരവും മറ്റൊന്ന് ഉള്ളിൽ നിങ്ങൾക്ക് കാണില്ല ക്ലിയർ ആയിട്ട്. ഉള്ളിൽ തൽക്കാലം ഒരു ഡാർക്ക് ഷെയ്ഡിൽ കാണാം. എന്റെ തൊട്ട് പിറകിലാണ് ആന്തരസ്തരം. ഇപ്പൊ ക്ലോറോപ്ലാസ്റ്റിന് പുറമെ 2 സ്ഥലങ്ങൾ കാണപ്പെടുന്നു. ആലോചിക്കുക, ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ബാഹ്യസ്തരവും ആന്തരസ്തരവും. പുറത്തുള്ളത് ഉള്ളിൽ, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പഠിക്കുന്ന വേണ്ട. ബാഹ്യസ്തരം, ആന്തരസ്തരം, ക്ലിയർ. പിന്നെ ഈ ക്ലോറോപ്ലാസ്റ്റിലുള്ള ചങ്ങാതിമാർ, അതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ നിങ്ങൾക്ക് ചില്ലറ പൈസ ഇങ്ങനെ അടുക്കി വെച്ച പോലെ കാണാം. ഞാൻ ചില്ലറ പൈസ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇങ്ങനെ ചില്ലറ പൈസ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ കുറച്ച് ഐറ്റംസ് കാണാം. ഈ ചില്ലറ പൈസ, ഓരോരോ ചില്ലറ പൈസയെ നമ്മൾ എന്ത് വിളിക്കും അറിയാം മക്കളെ? തൈലക്കോയിഡ് എന്ന് വിളിക്കും. തൈലം വാങ്ങാനുള്ള കേട്ടോ, തൈലക്കോയിഡ്. തൈലക്കോയിഡ് ഇതൊരു സഞ്ചിയാണെന്ന് ചിന്തിക്കുക. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടത്തിൽ കാണുന്ന, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വട്ടത്തിൽ ഇങ്ങനെ സഞ്ചി പോലെ കാണുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ കാണുന്ന സഞ്ചി, സ്തരസഞ്ചി, തൈലക്കോയിഡ്, അതിങ്ങനെ അട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 10 തൈലക്കോയിഡുകൾ ഇങ്ങനെ വെച്ചു എന്ന് കരുതുക. അപ്പൊ അതിന് ഒരുമിച്ച് 10 തൈലക്കോയിഡ് എന്നല്ല പറയാം. അങ്ങനെ ഒരുമിച്ചുള്ള ഒരുപാട് തൈലക്കോയിഡ് സ്തരസഞ്ചികളെ ഒരുമിച്ച് വിളിക്കുക എന്താണ്? ഗ്രാന. നോക്കൂ, തൈലം ഗ്രാനൈറ്റിൽ വീണാലുള്ള അവസ്ഥ ആലോചിച്ച്. തൈലം വീണ് കഴിഞ്ഞാൽ, അപ്പൊ തൈലം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഗ്രാനൈറ്റ് ഉണ്ടാവണം. തൈലം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? അവിടെ ഒരു പാട്ടുണ്ട്, പ്രകാശൻ ഗ്രാനൈറ്റിൽ വീണു, കുടുംബം സ്ട്രോമയിലായി എന്ന് ഞാൻ പാടാറില്ലേ? അപ്പൊ പ്രകാശൻ ഗ്രാനൈറ്റിൽ വീണു. എന്തുകൊണ്ട് വീണു? അവിടെ തൈലമുണ്ട്. അപ്പൊ നോക്കൂ, തൈലം, തൈലക്കോയിഡ് എന്ന് കേൾക്കുമ്പം ഗ്രാന, തൈലക്കോയിഡുകളുടെ അടുക്ക്, തൈലക്കോയിഡുകളുടെ കൂട്ടം, അതിനെയാണ് ഗ്രാന എന്ന് വിളിക്കുക. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്തുള്ളത്? ക്ലോറോഫിൽ ഉള്ളത്. അപ്പൊ ഈ പറയുന്ന പച്ച കളറിലുള്ള ഒരു സഞ്ചിയില്ലേ, അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് പച്ച കളറാണ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പൊ തൈലക്കോയിഡിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ ഉള്ളത്. തൈലക്കോയിഡുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാന എന്ന് വിളിക്കും. ഇതൊക്കെ എവിടെയുള്ളത്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്. സംഗതി ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്ക്രീനിൽ എന്ത് കാണാം? ഒരു കൂട്ടം തൈലക്കോയിഡുകളെ അഥവാ ഗ്രാനയെ കാണാം. അതിനെ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഒരു എന്താ പറയാ, ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. ഓരോരോ കൂട്ടത്തെയും ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ വര കാണാം. ഇതിന്റെ PDF നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് സ്ട്രോമ ലാമെല്ല എന്നാണ്. സ്ട്രോമ ലാമെല്ല ഈ ബ്രിഡ്ജിനെ എന്ന് വെച്ചാൽ ഗ്രാനകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്ട്രോമ ലാമെല്ലകൾ കൊണ്ടാണ്. ഓരോരോ ഗ്രാനകളെ, തൈലക്കോയിഡുകളുടെ കൂട്ടത്തെ ഗ്രാന എന്ന് വിളിക്കും. ഓരോരോ ഗ്രാനകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്ട്രോമ ലാമെല്ല എന്നാണ്. അപ്പൊ എന്താണ് സ്ട്രോമ? സ്ട്രോമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, ചന്ദന കളറില് ഈ പച്ച കളറിൽ കാണുന്ന കൂട്ടം തൈലക്കോയിഡ് എന്ന് പറയുന്ന സഞ്ചിയൊക്കെ മനസ്സിലാക്കി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഒരു ദ്രാവകം പോലത്തെ ഒരു ഭാഗമുണ്ട്. അതാണ് ഈ ചന്ദന കളറിൽ കാണുന്നത്. അതിന്റെ പേരാണ് സ്ട്രോമ. അപ്പൊ ഗ്രാനകള് എവിടെയാണ് ഉള്ളത്? ആക്ച്വലി സ്ട്രോമയിലാണ്. സ്ട്രോമ എന്ന് പറയുന്നത് ദ്രാവകമാണ്. ക്ലോറോപ്ലാസ്റ്റിലുള്ള ഒരു ദ്രാവകമാണ്. ഈ കാണുന്ന ചന്ദന കളറിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് സ്ട്രോമ. അതിലാണ് ഗ്രാനയുള്ളത്. മനസ്സിലാക്കി പഠിച്ചാലും പരീക്ഷകളും തെറ്റിപ്പോകും. അപ്പൊ തൈലം എവിടെയാണ് വീണതെന്ന് ചോദിച്ചാൽ എവിടെയാണ് വീണത്? ഗ്രാനൈറ്റിലാണ്. അത് നിങ്ങളോട് തെറ്റില്ല, ഞാൻ ഗ്യാരണ്ടി. എവിടെയാണ്? തൈലം ഗ്രാനൈറ്റിൽ തൂക്കി. അങ്ങനെ ആലോചിച്ച പാട്ടൊക്കെ മാറ്റിപ്പാട്. തൈലം എവിടെയാണുള്ളത്? ഗ്രാനൈറ്റിലാണ്. അതിലൂടെ വന്ന പ്രകാശേട്ടൻ അതിൽ ചവിട്ടി വീണു മക്കളെ. അങ്ങനെ വീണു എന്ന് പറയാം. കഥയിലേക്ക് വരാം. അപ്പൊ ഈ ഭാഗം എല്ലാവരും പഠിച്ചല്ലോ. ഒരിക്കൽ കൂടി പറയാം. ഒരു ഇലയെ നമ്മൾ അങ്ങ് വിശദമായി പഠിക്കുമ്പോൾ ഉപരിവൃതി കോശങ്ങളും മീസോഫിൽ കോശങ്ങളും ഉണ്ട്. മീസോഫിൽ കോശങ്ങൾ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് എന്തുള്ളത്?
തൈലക്കോടുകളുടെ സ്തരസഞ്ചി ഉള്ളത്. ആ തൈലക്കോട് എന്ന സ്തരസഞ്ചിയുടെ കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാന എന്ന് വിളിക്കും. ഈ ഗ്രാന എന്തിലാണുള്ളത്? ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ സ്ട്രോമയിലാണ്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ദ്രാവക ഭാഗമാണ്. ഈ ഗ്രാനകളെ ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലത്തെ കണക്ഷനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലമെല്ല. അതുപോലെ ക്ലോറോപ്ലാസ്റ്റിന് 2 ഭാഗങ്ങൾ കാണുന്നു, ആന്തരഭാഗവും അല്ലെങ്കിൽ ആന്തരസ്തരവും ബാഹ്യസ്തരവും. ഇത്രയും കാര്യങ്ങൾ വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതൊക്കെ കൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടി? ഈ ഇലയിൽ ഈ ചേട്ടനല്ലേ എനിക്ക് നല്ല ചക്ക തരുന്നത് കേട്ടോ. ഇവിടുത്തെ പ്ലാവില് നല്ല ചക്ക കായ്ക്കാറുണ്ട്. അപ്പൊ എൻ്റെ വീട്ടിൽ ചക്ക തരുന്ന ഈ ചേട്ടൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എനിക്കറിയണ്ടേ? എനിക്കറിയണം, നിങ്ങൾക്കും അറിയണം. പോയിട്ട് സംസാരിക്കണം ഇവരോട് കേട്ടോ. നിങ്ങൾ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർ സംസാരിക്കാറുണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടോ. സംസാരിക്കാറുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യും. എടാ സത്യം പറയണം, ടെലഗ്രാമിൽ ഞാനിത് ക്ലാസ് എടുത്ത സമയത്ത് ഇലകളോട് ഇതുപോലെ സംസാരിച്ചവരുണ്ടെങ്കിൽ മുഴുവൻ പേരൊന്നും കമന്റ് ചെയ്തേ. ഇനി അല്ലാത്ത യൂട്യൂബ് കാണുന്നവർക്കും കമന്റ് ചെയ്യാം. നമ്മൾ PSC പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുക. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു ഈ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അവിടെ ആ ദ്രാവക ഭാഗത്തെ സ്ട്രോമ എന്നും ആ തൈലക്കോടുകളുടെ സെറ്റിനെ ഗ്രാന എന്നും വിളിക്കും. ഈ ഗ്രാനയിലും സ്ട്രോമയിലും വെച്ച് 2 ടൈപ്പ് പരിപാടികളാണ് ഇലയിൽ നടക്കുക. ഫോട്ടോസിന്തസിസിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് പഠിക്കുക. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണ്. ഒന്ന് പകലും ഒന്ന് രാത്രിയും. സെറ്റാണോ? ഇപ്പൊ പകൽ എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ള സമയം അല്ലേ? അപ്പൊ സൂര്യപ്രകാശം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും പകൽ എന്താ നടക്കുക? പകല് മൂപ്പര് ചെയ്യുന്ന പരിപാടി, മൂപ്പരിതാ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നു, പകൽ സമയം. അപ്പോൾ ആർക്കാണ് വർക്കുള്ളത്? ക്ലോറോഫിലുള്ള ഭാഗം, തൈലക്കോടുകളുള്ള ഭാഗം, ഗ്രാനയിലേക്ക് സൂര്യപ്രകാശം വരുന്നു. ഈ പറയുന്ന വേര് വലിച്ചെടുക്കുന്ന ജലം ഇതാ ഇങ്ങനെ ഇലകളിൽ എത്തുന്നു. സൂര്യപ്രകാശം വരുന്നു, ജലം വരുന്നു. രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഈ പറയുന്ന ഗ്രാനയിൽ വെച്ചിട്ട് ATP അഥവാ ഊർജവും ഹൈഡ്രജനും ഉണ്ടാകുന്നു. കണ്ടോ നിങ്ങൾ പിക്ചർ? അപ്പൊ പകൽ സമയത്ത് ഹൈഡ്രജനും ഊർജവും ഉണ്ടാകുന്നു, അതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നു. കണ്ടില്ലേ? ഓക്സിജനും ഉണ്ടാകുന്നു. ഇതാണ് പകൽ സമയത്ത്. അപ്പൊ 3 പ്രോഡക്റ്റ് അവിടെ കിട്ടുകയാണ്. ഒന്ന് ATP, ഒന്ന് ഹൈഡ്രജൻ, ഒന്ന് ഓക്സിജൻ. സംഗതി ക്ലിയർ ആണോ? എടാ വെള്ളം H2O അല്ലേ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ഈ H2O എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ വേറെയാവുന്നു, ഓക്സിജൻ വേറെയാവുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അവിടെ വിഘടിക്കുകയാണ്. പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശദമായിട്ട് കുട്ടിക്കാലത്ത്. അപ്പം വെള്ളത്തെ വിഘടിപ്പിച്ചുകൊണ്ട് ഹൈഡ്രജൻ മാറുന്നു, ഓക്സിജൻ മാറുന്നു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാനയിൽ വെച്ചിട്ട്. സംഗതി ക്ലിയർ ആണോ? അവിടെ ഊർജം ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം കൂടി പഠിക്കുക. പിന്നീട് നിങ്ങൾക്ക് ആരോ മാർക്ക് കാണാം. സ്ട്രോമയിലേക്കാണ് പോകുന്നത്. ഗ്രാനയിൽ നിന്ന് സ്ട്രോമയിലേക്ക്. അത് രാത്രിയാണ്. അവിടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റോള് വരുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിയിട്ട് രാത്രി എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളെയും എന്റെയും വീട്ടിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇലകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് നോക്കുക, എന്താണ് മൂപ്പരുടെ പണി? മൂപ്പര് ഫുഡ് ഉണ്ടാക്കുകയാണ്. പാവുണ്ടാവടോ, ഫുഡ് ഉണ്ടാക്കുകയാണ് സ്ട്രോമയിൽ വെച്ചിട്ട്. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഞാനൊന്ന് വായിക്കാം, നോക്കൂ മനസ്സിലാവുന്നുണ്ടോന്ന്. പ്രകാശൻ ഗ്രാനൈറ്റിൽ വീണു എന്ന് പറഞ്ഞാൽ പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ചു നടക്കുന്നു. പകൽ നമ്മൾ പഠിച്ചോ? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു, നമ്മൾ പഠിച്ചോ? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആവുന്നു, നമ്മൾ വിശദമായി പഠിച്ചു. ഓക്സിജൻ ഉണ്ടാവുന്നു, ഹൈഡ്രജൻ ഉണ്ടാവുന്നു, അതോടൊപ്പം ഓക്സിജൻ പുറത്തോട്ട് പോകുന്നു, പുറന്തള്ളുന്നു. ഒരുപാട് ഉണ്ടാവുന്നുണ്ടാ. ഈ ഭൂമി ഇങ്ങനെ നിൽക്കണമെങ്കിൽ, ജീവജാലങ്ങൾക്ക് ഓക്സിജൻ ശ്വസിക്കാൻ വേണമെങ്കിൽ സസ്യങ്ങൾ വേണ്ടേ? സസ്യങ്ങൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുക. വെള്ളം വലിച്ചെടുക്കുന്നു. എടാ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കടാ. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെടികൾക്കൊക്കെ? ഇത് മൂപ്പർക്ക് കുടിച്ച് മൂപ്പർക്ക് വലുതാവാനുള്ളതല്ല. മൂപ്പര് മീൻസ് സസ്യങ്ങൾക്ക്. അവര് നമുക്ക് ഈ വെള്ളത്തെ H2O വിഘടിപ്പിച്ച് ഓക്സിജൻ ആക്കി തരുന്നില്ലടാ. നന്ദി വേണം, നന്ദി. നമ്മുടെ സിനിമ പറഞ്ഞാല് ഇന്ത്യ എന്തെന്നറിയണം, ഇന്ത്യയിലെ ജനങ്ങൾ എന്തെന്നറിയണം എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം അറിയണം, ഇലകളെ കുറിച്ച് നോക്കണം, വെട്ടി നശിപ്പിക്കുമ്പോൾ ആലോചിക്കണം കേട്ടോ. അപ്പോ ഓക്സിജൻ പുറന്തള്ളുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു, പ്രകാശഘട്ടത്തിൽ നിന്നും സ്ട്രോമയിൽ എത്തുന്നു, ഊർജ തന്മാത്ര ATP ഉണ്ടാകുന്നു. സെറ്റല്ലേ? ഇനി നോക്കൂ, സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുക. സ്ട്രോമയിൽ വെച്ചിട്ട് രാത്രിയാണ് പ്രകാശം ഉണ്ടാവൂ? ഇല്ല. അപ്പോ ഇരുണ്ട ഘട്ടം എന്ന് പറഞ്ഞാൽ സ്ട്രോമ. പ്രകാശൻ ഗ്രാനൈറ്റിൽ വീണു, കുടുംബം സ്ട്രോമയിലായി. കുടുംബമൊന്നുമില്ല. ഇനി ഓപ്ഷനിൽ ഇങ്ങനെ അലിക്കൂ, മാഷ് പാട്ടിൽ കുടുംബം എന്തായാലും കുടുംബമൊന്നുമില്ല. സ്ട്രോമ ഇരുണ്ട ഘട്ടം.
മെല്ലെ കാലെടുത്ത് ഇരുട്ടിൽ വെച്ചല്ലോ എന്ന് പറഞ്ഞത് മെല്ലെ കാലെടുത്ത് എന്ന് ഞാൻ പാട്ടുപാടാൻ കാരണം മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ രാത്രി നടക്കുന്ന പരിപാടി കണ്ടെത്തിയത്. മെൽവിൻ കാൽവിൻ മെല്ലെ കാലെടുത്ത് ഇരുട്ടിൽ വെച്ചു. കുടുംബം സ്ട്രോമയിലായെന്ന് പറഞ്ഞാൽ സ്ട്രോമയാണ് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടം സ്ട്രോമ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി പഠിച്ചു, പാട്ടുപാടി പഠിച്ചു. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജൻ ഉണ്ട്. അവിടെ ATP ഉണ്ട്. OTP എന്ന് പറഞ്ഞ ഫോണിൽ വരുന്നല്ലേ, ATP എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് എഴുതിയിട്ടുണ്ട് അല്ലേ, OTP എന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയി. അപ്പൊ അത് നമുക്കറിയാം. അതാണോ എന്റെ ചോദ്യം? അല്ല. ATPയുടെ പൂർണ്ണരൂപം, ATPയുടെ പൂർണ്ണരൂപം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ പറയുന്ന ഊർജം ATP തന്മാത്രകളെ നമുക്ക് പിന്നീട് പഠിക്കട്ടോ, വിശദമായിട്ട് കോശം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ നോക്കൂ, ATP ഈ പ്രകാശഘട്ടത്തിൽ നിന്ന് ആണ് കിട്ടുന്നത്. ഹൈഡ്രജനും പ്രകാശഘട്ടത്തിനാണ് കിട്ടുന്നത്. എന്നാൽ പിന്നീട് പിള്ളേരെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി രാത്രി ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയാണ്, അങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ സസ്യങ്ങള് എപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഇലകളിൽ വെച്ചിട്ട് ആഹാരം പാചകം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഇരുണ്ട ഘട്ടത്തിലാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നമുക്ക് എഴുതി നോക്കാം. പ്രവർത്തനം നടക്കുന്ന സ്ഥലം ഗ്രാന. ഗ്രാന എന്ന് നിങ്ങളെ മനസ്സിൽ ആ പച്ച തൈലക്കോടുകൾ കൂട്ടണ്ടേ. ഓക്കെ, പ്രകാശഘട്ടം നടക്കുന്നു ഗ്രാന. ഇരുണ്ട ഘട്ടം നടക്കുന്നു സ്ട്രോമ. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു പ്രകാശഘട്ടത്തിൽ. ഓക്സിജൻ, ഹൈഡ്രജൻ, ATP എന്നിവ ഉണ്ടാകുന്നു പ്രകാശഘട്ടത്തിൽ. ക്ലിയർ അല്ലേ? ഓക്സിജനും ഹൈഡ്രജനും ATPയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണോ വേണ്ടയോ? പലർക്കുള്ള ഡൗട്ടാണ്. സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെല്ലാം ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. അതിന് വളരെ കുറച്ച് ശ്വസിക്കാൻ ഓക്സിജൻ മതി, ബാക്കിയെല്ലാം അതെന്ത് ചെയ്യും? പുറത്തോട്ട് വിടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ശ്വസിച്ചതിന് ശേഷം പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. പക്ഷെ ആ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് വീണ്ടും സസ്യങ്ങൾ വലിച്ചെടുക്കും. കാരണം ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ രാത്രി സസ്യങ്ങൾക്ക് എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പൊ അങ്ങനെ ഹൈഡ്രജനും CO2 കണ്ട നിങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോസും വെള്ളവുമാണ് ഇരുണ്ട ഘട്ടത്തിൽ ഉണ്ടാവുക. ഓക്സിജനും ഹൈഡ്രജനുമായിട്ടാണ്, ATPയുമായിട്ടാണ് പ്രകാശഘട്ടത്തിൽ ഉണ്ടാവുക. ഇഷ്ടപ്പെട്ട് പഠിക്കുക. സിമ്പിൾ അല്ലേ? ഒന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ വാരി വലിച്ച് പറഞ്ഞാൽ സമയം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. കെമിസ്ട്രി. ഇരുണ്ട ഘട്ടം. ആ ഇരുണ്ട ഘട്ടം ഈ പറയുന്ന സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുക. അതിലെന്തൊക്കെയാണ് നടക്കുന്നത്? ഈ പറയുന്ന ജലവും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് അല്ലെ എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു എന്ന ആ ഒരു പ്രോസസ്സ് ഇദ്ദേഹം തെളിയിച്ചു. മെൽവിൻ കാൽവിൻ അല്ലെ, മെല്ലെ കാലെടുത്ത് ഇരുട്ടിൽ വെച്ചു. 61 എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഗോവൻ വിമോചന സമരം നടക്കുന്ന വർഷം 61. നമ്മുടെ കേരളത്തിലെ ഓണത്തെ ദേശീയ ഉത്സവമായി, കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് 1961. ഏതാണ് മുഖ്യമന്ത്രി? PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച സമയത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? PYK ആണ്. നിങ്ങൾ കമന്റ് ചെയ്തേ. അപ്പൊ 1961 ഗോവ. ആലോചിക്കുക, ഗോവ ഓണം. അതുപോലെ തന്നെ മെൽവിൻ കാൽവിൻ. ഒരു പാട്ട് പാടാം. ഗോവയും ഓണവും മെൽവിൻ കാൽവിനും വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക്. നല്ല ട്യൂണ് മാറ്റി ഞാൻ പല ട്യൂണിൽ പാടാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗോവയിലേക്കും അവിടെ സ്ത്രീധന നിരോധന നിയമം പറയാനുണ്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഗോവയും സ്ത്രീധന നിരോധന നിയമവും അതുപോലെ തന്നെ ഓണവും അതുപോലെ തന്നെ മെൽവിൻ കാൽവിന് കെമിസ്ട്രിയില് ഈ പറഞ്ഞ പുരസ്കാരം കിട്ടിയതും. അത് കൂടാതെ ഇനിയും 1961 ഫാക്ട് ഉണ്ട്. അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ മുമ്പ് പല ക്ലാസ്സിലും പഠിപ്പിച്ച പലതും നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ത് നീണ്ടു പോകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അങ്ങനെ സസ്യങ്ങള് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു പിള്ളേരെ. ഈ ഗ്ലൂക്കോസ് അതുപോലെ അവിടെ വെക്കുകയാണോ ഇലകളിൽ ചെയ്യുക സസ്യങ്ങൾ? അല്ല. ഗ്ലൂക്കോസ് ശ്രദ്ധിക്കണേ, ജലത്തിൽ പെട്ടെന്ന് ലയിക്കുന്ന ഒരു സംഗതിയാണ് ഗ്ലൂക്കോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഗ്ലൂക്കോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റണ്ടേ? അപ്പൊ അത് പെട്ടെന്ന് തന്നെ അന്നജമാക്കി മാറ്റും. സസ്യങ്ങള് ഗ്ലൂക്കോസിനെ അന്നജമാക്കി മാറ്റും. പിന്നീട് ഈ അന്നജം പല രൂപത്തിലേക്ക് മാറുകയാണ്. എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കാണുന്ന പല ഈ സസ്യങ്ങൾ ഉണ്ടാകുന്ന ഇപ്പൊ മുന്തിരി അല്ലെ, ഇവിടെ കാണാം. ചക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ചക്ക SCERT-യിലുണ്ട്. ചക്കച്ചോള കണ്ടില്ലേ? നാരങ്ങ കണ്ടില്ലേ?
ഇപ്പൊ പയറ്, കരിമ്പ്, അവിടെ സൂക്രോസ് ആക്കിയിട്ട് എവിടെ വെക്കുന്നുണ്ട്? ഈ കരിമ്പിൽ കാണാം. മധുരമുള്ള ഓറഞ്ചിൽ അല്ലെങ്കിൽ മറ്റ് പഴങ്ങളിലൊക്കെ ആപ്പിള്, മുന്തിരി, അതിനകത്തൊക്കെ ഫ്രാക്ടോസ് ആക്കിയിട്ട് ഈ പറയുന്ന അന്നജക്കത്തെ വെക്കും. അന്നജമായിട്ട് തന്നെ അരിയിൽ കാണുന്നുണ്ട് അല്ലെ? നമ്മള് അരി അതിനകത്ത് അന്നജമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോന്ന്. ഇപ്പൊ നമ്മൾ കോക്കനട്ട്, തേങ്ങ എടുക്കാം. തേങ്ങയ്ക്കകത്ത് എങ്ങനെയാണുള്ളത്? തേങ്ങയ്ക്കകത്ത് ഈ ഗ്ലൂക്കോസിനെ ഈ പറഞ്ഞ കൊഴുപ്പായിട്ടാണ് വെക്കുക. അപ്പൊ പല രൂപത്തിലാണ് കൊഴുപ്പായിട്ടും ഫ്രാക്ടോസ് ആയിട്ടും സൂക്രോസ് ആയിട്ടും ഒക്കെ അന്നജത്തെ മാറ്റുന്നു. ഇത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വൃത്തിക്കൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് CRTയില്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ, ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും ഒരുമിച്ച് നടക്കുന്നു. അങ്ങനെ അവസാനം പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ, ഒരുപാട് ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു. ഗ്ലൂക്കോസ് സസ്യങ്ങൾ ഉണ്ടാകുന്നു. ആ ഗ്ലൂക്കോസ് സസ്യങ്ങൾക്കും വേണ്ടേ, വളരണ്ടേ? അപ്പൊ ഗ്ലൂക്കോസ് വേണം. നിങ്ങൾക്ക് ചക്ക, നിങ്ങൾക്ക് വേണ്ടുള്ള സാധനങ്ങൾ മാത്രമാണോ ഈ ഇല ഉണ്ടാക്കുന്നത്? പ്ലാവിന്റെ ഇല അല്ല. ഈ പ്ലാവില, ആ മരത്തിന് വളരാനുള്ള തടി, ഇലകൾക്ക്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് ആലേയമായ അന്നജം അഥവാ സ്റ്റാർച്ച്, അന്നജത്തിന്റെ ഇംഗ്ലീഷ് ശ്രദ്ധിക്കണേ, സ്റ്റാർച്ച് ആയിട്ട് സംഭരിക്കുന്നു. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. കണ്ടോ? ഈ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. നിങ്ങൾക്ക് കാണില്ല, ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. അന്നജം മെറ്റബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഏതൊക്കെയാണെന്ന് ചൂടാക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ മാതിരി പ്രോട്ടീനായി മാറുന്നു. ഇപ്പൊ പയറ് പോലത്തെ സാധനങ്ങൾക്കകത്ത് പയറ്, ബീൻസ്, ചെറുപയറ്, പരിപ്പ്, ഇതിനകത്തൊക്കെ അന്നജമായിട്ടല്ല ഉണ്ടാവുക, പ്രോട്ടീൻ ആയിട്ടത് മാറ്റി അവിടെ സംഭരിച്ചു വെക്കും. തേങ്ങയ്ക്കുള്ളില് കൊഴുപ്പായിട്ട് അവിടെ സംഭരിച്ചു വെക്കും. സൂര്യകാന്തി പൂക്കളില്, എള്ള്, ഇതിനകത്തൊക്കെ കൊഴുപ്പായിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വൈറ്റമിൻസ്, ഇപ്പൊ ഫ്രൂട്ട്സിനകത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻസ് ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതൊന്ന് പൂരിപ്പിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് വരുന്നു, അത് അന്നജമാവുന്നു. മനസ്സിലാക്കി പഠിച്ചാൽ മതി. പിന്നീട് സൂക്രോസ് ആവുന്നു. ആ സൂക്രോസ് രൂപത്തിൽ തന്നെ പ്രോട്ടീൻ ആക്കി മാറ്റുന്നുണ്ട്, കൊഴുപ്പായി മാറുന്നുണ്ട്, വൈറ്റമിനായി മാറുന്നുണ്ട്, സൂക്രോസ് ആയി മാറുന്നുണ്ട്, ഫ്രാക്ടോസ് ആയി മാറുന്നുണ്ട്, അന്നജമായി മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ വിവിധ സസ്യങ്ങളുണ്ട്. വിവിധ സസ്യങ്ങൾ ഇത്തരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അത് ജലത്തിൽ ലയിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സ്റ്റാർച്ച് അഥവാ അന്നജമാക്കുന്നു. ആ അന്നജമാക്കിയിട്ട് സസ്യങ്ങൾക്ക് വേണ്ട വളർച്ചയ്ക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ അത് പല രീതിയിൽ സംഭരിച്ച് വെക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടിച്ചു മാറ്റി തിന്നുന്നത് അല്ലെ? പയറായിട്ടും നെല്ലായിട്ടും ഈ പറഞ്ഞ ചക്കയായിട്ടും ഒക്കെ ഉണ്ടാവും. വൈറ്റമിൻസ് ആയിട്ടൊക്കെ ഈ സസ്യങ്ങൾ സംഭരിച്ചു വെക്കും. ഞാനൊന്ന് വായിക്കട്ടെ. സസ്യങ്ങൾ മെറ്റബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ ആഹാരത്തിലൂടെ സസ്യബുക്കുകളിൽ എത്തുന്നു. നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെ എത്തുമെന്ന് ചോദിക്കുന്നത്. ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ പുല്ല് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും പയറൊന്നും നമ്മൾ തിന്നില്ല. അവിടെ പയറ് പോയിട്ട് ഒരു കോഴി കൊത്തി തിന്നും, അല്ലെങ്കിൽ അരി പോയിട്ട് കോഴി തിന്നു കരുതുക. ആ ഒരു സസ്യബുക്കാണെന്ന് കരുതുക. ആ സസ്യബുക്കിനെ നമ്മൾ പിടിച്ച് കഴിച്ചാൽ നമ്മളിലേക്ക് എത്തും. ഇനി ആ കോഴിയെ അല്ലെങ്കിൽ ഒരു മുയലിനെ ഒരു കടുവ പിടിച്ചു തിന്നു കയറുക, അപ്പൊ കടുവയിലേക്ക് എത്തും. ഇങ്ങനെയാണല്ലോ ആഹാര ശൃംഖല പോവാറ്. അപ്പൊ അത്തരത്തിൽ സസ്യബുക്കുകൾ ഈ പറയുന്ന ഭക്ഷണം ആഹാരമാക്കുന്നു. ആ സസ്യബുക്കുകളെ മാംസബുക്കുകൾ ആഹാരമാക്കുന്നു. സസ്യങ്ങളെ അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കും? നമ്മള് സ്വപോഷികൾ എന്ന് വിളിക്കും. സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റുന്നവയാണ് സ്വപോഷികൾ എന്ന് സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്നു. ജന്തുക്കളെ നമ്മൾ എന്താ വിളിക്കുക? പരപോഷികൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നല്ലൊരു ഭാഗം സമുദ്രത്തിലെ ഉൽപാദകരാണ് പുറന്തള്ളുന്നത്. മനസ്സിലായോ? ഇല്ല, നമ്മളിപ്പോ ഓക്സിജൻ ഈ പറയുന്ന സസ്യങ്ങൾ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ സമുദ്രത്തിനകത്തും ഇതുപോലെ ഒരുപാട് സസ്യജാലങ്ങൾ കോടാനുകോടിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നല്ലൊരു ശതമാനവും പുറന്തള്ളുന്നത് സമുദ്രത്തിലെ ഉൽപാദകരാണ്. മലിനീകരണമാണ് സമുദ്ര ആവാസ വ്യവസ്ഥകൾ നേരിടുന്ന കടുത്ത ഭീഷണി. തന്മൂലം ജീവികൾ വൻതോതിൽ വംശനാശം സംഭവിക്കുന്നു. മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണിത്. SCRTക്കകത്ത് നമ്മുടെ സമുദ്രത്തിനെ കുറിച്ചൊരു കാറ്റഗറി, 3 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. 3 ഞാനൊന്ന് പറയാം, വായിക്കാം, അപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഭൂമിയുടെ 4/3 ഭാഗവും സമുദ്രമാണ്. എല്ലാവർക്കും അറിയാലോ, ഭൂമിയുടെ 4/3 ഭാഗവും സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജൈവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിക്കാം. യഥാർത്ഥത്തിൽ 6-7 മേഖലകളായി തിരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് SCRTയിലെ സൂര്യപ്രകാശം എത്തുന്ന ആ ഒരു എത്ര ലഭിക്കും എന്നതിനനുസരിച്ച് 3ആയിട്ട് നമ്മുടെ സമുദ്രത്തിനെ തിരിക്കാം. ഉപരിതലം മുതൽ ഏകദേശം 200 മീറ്റർ വരെ, ശ്രദ്ധിച്ചേ, ഏറ്റവും ടോപ്പിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന അവിടെ മുതൽ 200 മീറ്റർ വരെ ആഴത്തില് യൂഫോട്ടിക് മേഖല എന്ന് വിളിക്കും. അപ്പൊ ഏറ്റവും മുകളിൽ എന്ത് വിളിക്കാം? നമുക്ക് യൂഫോട്ടിക് എന്ന് വിളിക്കാം. യൂഫോട്ടിക് മലയാളത്തിൽ എഴുതുമ്പം ശ്രദ്ധിക്കണം, യു, കാരണം പറയുക യൂഫോട്ടിക് എന്നാണ്, കേട്ടല്ലോ. അപ്പൊ എഴുതുന്ന സമയത്ത് ഈ എന്നാണ് ഉണ്ടാവുക. നമ്മൾ ഇപ്പൊ യൂറോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ
ഇപ്പൊ യൂഫോട്ടിക് സോൺ ഏറ്റവും മുകളിൽ എത്രയാണ് യൂഫോട്ടിക്കിന്റെ ആ ഒരു ഗ്യാപ്പ്? ഉപരിതലം മുതൽ 200 വരെ. രണ്ടാമത്തെ ശ്രദ്ധിച്ച നിങ്ങള്, ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടില്ലേ? അപ്പൊ ഏറ്റവും മുകളിലായതുകൊണ്ട് നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് അവിടെ ജീവികള് ഈ മേഖലയിൽ നന്നായിട്ട് ജീവിക്കുന്നു. എന്നാൽ 200 താഴെ ഏറ്റവും മുകളിൽ യു 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 ഈ നിലയ്ക്കട്ടോ എഴുതുക, ഇംഗ്ലീഷിൽ യൂഫോട്ടിക് എന്ന് പറയാം. അപ്പൊ 200 താഴെ 200 മുതൽ 1000 വരെ 200 മുതൽ 1000 വരെ നമുക്ക് എന്ത് വിളിക്കാം? ഡി എന്ന് വിളിക്കാം. 1000 മീറ്റർ താഴെ വരെ. ഇവിടുത്തെ പ്രത്യേകത എന്താടാ? ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണ്. 1000 മീറ്റർ ആകുമ്പോഴത്തേക്ക് കുറച്ചെത്തും. സസ്യ കേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയുള്ളത്. സസ്യങ്ങൾ അവിടെയുണ്ട്, കാരണം കുറച്ചെത്തുന്നുണ്ട്. അപ്പൊ 200 വരെ അത്യാവശ്യം നല്ലോണം എത്തും. നന്നായിട്ട് സൂര്യപ്രകാശം ജീവിക്കും. അവിടെ നല്ല ജീവികൾ, മീനും ഒക്കെ ഉഷാറായിട്ടുണ്ടാവും. 1000 ആകുമ്പോഴത്തേക്ക് കുറഞ്ഞു വരും. ഇനി അടുത്ത നോക്കൂ, 1000 താഴെ അല്ലെ, 1000 മീറ്ററിന് താഴെ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പറയുക? എ. അപ്പൊ എഡാ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ആലോചിക്കാം. EDA, എഡാ അല്ലെങ്കിൽ ഉഡാ. നമ്മുടെ പിള്ളേര് ടെലഗ്രാമിൽ വിളിച്ച ഉഡാ, കാരണം ഉ എന്ന് പറയണല്ലോ. യു അല്ലെങ്കിൽ യുഡാ. യൂഫോട്ടിക്, ഡിസ്ഫോട്ടിക്, എഫോട്ടിക്. യൂഫോട്ടിക്, ഡിസ്ഫോട്ടിക്, എഫോട്ടിക്. യൂഫോട്ടിക്, ഡിസ്ഫോട്ടിക്, എഫോട്ടിക്. യുഡാ എന്നൊക്കെ പഠിക്കാം. എന്താണ് എന്റെ ആവശ്യം? എ എന്ന് പറഞ്ഞാൽ 1000 താഴെയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോ എഫോട്ടിക് മേഖല 1000 മീറ്റർ താഴെയുള്ള സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായ, പ്രകാശ സംശ്ലേഷണം നടക്കാത്ത ഈ പറയുന്ന സമുദ്രത്തിന്റെ അടിഭാഗം, അവിടെ പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ചില ജീവികളുണ്ട്. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾക്ക് ആഹാരമാകുന്നത്. അപ്പൊ ഏറ്റവും മുകളിലുള്ള ഈ പറഞ്ഞ ജീവജാലങ്ങളൊക്കെ ചാവുന്നതിന് സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം അവയുടെ മൃതശരീരങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ അടിയിലുള്ള ഈ ഭാഗത്തുള്ള അവര് എന്ത് ചെയ്യും? ഭക്ഷണമാക്കും അല്ലെ. അപ്പൊ ജന്തുക്കൾ ആഹാരമാക്കുന്നു. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിന്റെ ഭാരത്തെ, അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം പിന്തള്ളുമെന്ന UNOയുടെ പ്രവചനം ഞെട്ടൽ ഉളവാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ്. സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായി മനുഷ്യ ചിന്തയെ ഇനിയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുകയാണ്. കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം. മകളെ, കണ്ടൽ ദിനം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക. അത് ജൂലൈ മാസം 26 കണ്ടോ? കാറ് കണ്ടുക്കോ? നിങ്ങള് കണ്ടിക്കില്ലേ? വാ, കാറ് കാണണം. കാറ് കണ്ടുക്കോ? കണ്ടൽ കാറ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കാർഗിൽ ദിവസമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 26. കാർഗിൽ വിജയ് ദിവസ് അല്ലേ? അത് ഈ പറയുന്ന ജൂലൈ 26. കണ്ടൽ ദിനം ജൂലൈ 26. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ എത്ര ഇനം കണ്ടൽ സസ്യങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്? 43. അപ്പൊ കായലും കണ്ടലൊക്കെ തമ്മിലൊരു ബന്ധമല്ലേ? ഇല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കുക, കടലും കായലൊക്കെ. അപ്പൊ കേരളത്തിൽ എത്ര കായലുകൾ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് 34. കേരളത്തിൽ എത്ര നദികൾ ഉണ്ട് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം, 44. അപ്പൊ 44 നദികളിൽ നിന്ന് കുറച്ചാൽ 43. അതുപോലെ തന്നെ കായലുകളുടെ എണ്ണം നിങ്ങൾക്ക് തിരിച്ചിട്ടാൽ 34. ഇതും പഠിച്ചു വെക്കുക. അതോടൊപ്പം ഈ സംഖ്യ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 43. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഈ അടുത്ത് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ വന്നിട്ടുണ്ട്. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണുക. അപ്പൊ കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ വളരുന്ന ഉപ്പുവെള്ളത്തിൽ വളരുന്ന കണ്ടൽ സസ്യങ്ങളുടെ ഇനം എത്ര ഉണ്ട് ചോദിച്ചാൽ 43. ഇനി പറയുന്നത് ചുമ്മാ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് 1975 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. 1975 അടിയന്തരാവസ്ഥ ആ ഒരു സമയം ആലോചിക്കുക. 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% നശിപ്പിക്കപ്പെട്ടു. മക്കളെ, ദാരുണമായ സംഭവമാണ്. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടൽക്കാടുകൾ നമുക്ക് നൽകുന്നത്. എന്തൊക്കെയാണ് ചുമ്മാ ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്.
ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നു. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം. അപ്പൊ നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി, ഇതൊന്ന് ശ്രദ്ധിച്ചേട്ടോ, നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നുണ്ട്. സുനാമിയെ തടയുന്നുണ്ട് കണ്ടൽക്കാടുകൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കല്ലേൻ പൊക്കുടനെ ഓർമ്മ വരും. കല്ലേൻ പൊക്കുടൻ 1937 ജനിച്ച് 2015 മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? നിങ്ങൾക്ക് കണ്ണൂര് പറയാൻ പറ്റണം. ഒരു ചോദ്യമുണ്ട് അവിടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. അവിടെയാണ് കല്ലേൻ പൊക്കുടൻ ജനിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം കണ്ണൂരാണ്. കടൽ തീരം ഉണ്ടെങ്കിൽ അവിടെ കണ്ടൽക്കാട് ഉണ്ടാവല്ലോ. ഏറ്റവും കടൽത്തീരം കുറവുള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഏറ്റവും കടൽത്തീരം കൂടുതലുള്ള കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽക്കാടുകളുടെ എല്ലാമായ കല്ലേൻ പൊക്കുടൻ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. കണ്ടൽക്കാടുകളുടെ സംരക്ഷകനായിട്ടുള്ള കല്ലേൻ പൊക്കുടൻ, അദ്ദേഹത്തിന്റെ ആത്മകഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ, കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. കോമൺ കാര്യങ്ങളാണ്, PSC പരീക്ഷയ്ക്ക് ചോദിക്കില്ല. എവിടെ ഒരു ചോദ്യം കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് ചൂട്ടാച്ചി കേട്ടോ. ചൂട്ടാച്ചി എന്ന് പറയുന്നതിന്റെ മറ്റൊരു പുസ്തകമാണ്. ചൂട്ട് കത്തിക്കുന്നതിന് മുമ്പ് പറയില്ലേ, അവിടെ ചൂട്ടാച്ചി എന്നറിയിക്കും. ചൂട്ടാച്ചി കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, ചൂട്ടാച്ചി. ഇതൊക്കെ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ. അദ്ദേഹം ജനിച്ച കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഇപ്പൊ നമ്മള് കണ്ടൽ ദിനം ജൂലൈ 26 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജൂലൈ 29, ശ്രദ്ധിക്കണേ, ജൂലൈ 26 കണ്ടൽ ദിനം പറഞ്ഞെങ്കിൽ ജൂലൈ 29 എന്താണ്? ജൂലൈ 29, ജൂൺ 29, ഓഗസ്റ്റ് 29 ഒരു കോഡുണ്ട്. എന്താണ് ആ കോഡ്? നല്ല സ്റ്റാറ്റസ് ഉള്ള കടുവയാണെങ്കിൽ അതിന് നല്ല കായികപരമായിട്ട് ആരോഗ്യമുണ്ടാകും. നല്ല സ്റ്റാറ്റസ് ഉള്ള കടുവയാണെങ്കിൽ ആലോചിക്കുക, അവയ്ക്ക് കായികപരമായി നല്ല സ്ട്രോങ് ആയിരിക്കും. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നു അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ഇന്ത്യയിൽ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും പിതാവ് PC മഹലനോബിസ്. അദ്ദേഹത്തിന്റെ ജന്മദിനം, ആ PC മഹലനോബിസിന്റെ ജന്മദിനം ജൂൺ 29 ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ. അങ്ങനെയാണെങ്കിൽ ജൂലൈ 29 കടുവാ ദിനമാണ്. PYQ ആണ്, പഠിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കും, കടുവാ ദിനം എന്നാണ്? കടുവാ ഡേ, ടൈഗർ ഡേ എന്നാണ് ചോദിച്ചാൽ ജൂലൈ 29. സ്റ്റാറ്റസ് ഉള്ള കടുവ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ജൂൺ 29, കടുവ ജൂലൈ 29. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 29 കായികം എന്ന് ഞാൻ പറഞ്ഞു, നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദേശീയ കായിക ദിനം. ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഓഗസ്റ്റ് 29. അതുകൂടി പഠിക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 പറഞ്ഞിരുന്നു. സമസ്ഥിതി പാലനം, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളത്തിൽ ലയിക്കുന്ന കഥ നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അന്നജമാക്കി മാറ്റുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾ PDF വായിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് അന്നജമായി മാറുന്നത്? ഗ്ലൂക്കോസ് വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നതിനാൽ അത് സസ്യങ്ങൾക്ക് സംഭരിക്കാൻ കഴിയില്ല. അതിനാൽ അത് ലയിക്കാത്ത അന്നജമാക്കി മാറ്റുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അന്നജം എങ്ങനെ ഉപയോഗിക്കുന്നു? ഈ പറഞ്ഞ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വളർച്ചയ്ക്ക് പദാർത്ഥങ്ങൾക്കൊക്കെ അന്നജം ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് അന്നജം ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്? അന്നജം സൂക്രോസ് ആയി പരിവർത്തനം ചെയ്യപ്പെടുകയും ഫ്ലോയത്തിലൂടെ, നിങ്ങൾക്കറിയാം സസ്യങ്ങള് ഈ പറയുന്ന വെള്ളം അല്ലെ, ഈ വേരിൽ നിന്ന് ജലം വലിച്ചെടുത്ത് മണ്ണിൽ നിന്ന് ലവണവും വളവും ഒക്കെ വലിച്ചെടുക്കുക സൈലം വഴിയാണ്. സൈലങ്ങളാണ് ഇത് വലിച്ചെടുത്ത് ഇലകളിൽ എത്തിക്കുക. എന്നാൽ ഇലകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഈ പറയുന്ന അന്നജം അല്ലെ, ആ അന്നജത്തെ നമുക്കറിയാം സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കിയിട്ട് ഫ്ലോയം വഴിയാണ്. ഇപ്പം മാങ്ങയാണെങ്കിൽ മാങ്ങയിലെത്തണ്ടേ, ചക്കയാണെങ്കിൽ ചക്കയിലെത്തണ്ടേ അവിടെ സംഭരിച്ചു വെക്കാൻ. അപ്പൊ അങ്ങോട്ട് എത്തിക്കുക, ഫ്ലോയത്തിലൂടെ വിവിധ സസ്യഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് വിവിധ രൂപങ്ങളിലാവും. ഇപ്പം പ്രോട്ടീൻ ആവും, കൊഴുപ്പാവും, ഒക്കെ ഫ്രാക്ടോസ് ആവും, അങ്ങനെയൊക്കെ ആയി മാറും. മക്കളെ, ഇതുവരെ നിങ്ങൾ പഠിച്ചത് പ്രകാശ സംശ്ലേഷണം ഉൾപ്പെടെയുള്ള ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്റർ ആണ്. മുഴുവനും നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. അതോടൊപ്പം തന്നെ ഈ 2 ക്ലാസ്സും കണ്ടവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ക്ലാസ് കണ്ടവർക്ക് ഒന്നാമത്തെ ഒരു ചോദ്യം, പ്രകാശഘടത്തിൽ വരുന്ന പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? വായിച്ചു നോക്കുക, സ്ക്രീൻ ഒന്ന് പോസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഞാൻ തരികയാണ്.
നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ വസിക്കുന്ന സമുദ്രത്തിലെ മേഖല. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, 2 എന്ന് കമന്റ് ചെയ്യുക, 1 എന്ന് കമന്റ് ചെയ്യുക. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി തരികയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് ഏത് വർഷമാണ് മെൽവിൻ കാൽവി എന്ന ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം ലഭിച്ചത്? ഇത് 3 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടു പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും 3നും ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.